നമസ്കാരം. കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ശക്തമായ മഴയെക്കുറിച്ചും അത് എല്ലായിടത്തും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ചില വാർത്തകൾ നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം, അല്ലേ? ആ തീർച്ചയായും. കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതാണെന്നാണ് തോന്നുന്നത്. അതെ, ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അങ്ങനെ ഒരു സൂചനയാണ് കിട്ടുന്നത്. ശരിക്കും എന്താണ് ഈ സംഭവിക്കുന്നത്? നാശനഷ്ടമൊക്കെ എത്രയുണ്ട്? പിന്നെ ഈ മുന്നറിയിപ്പുകൾ, നമുക്ക് ഈ വിവരങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഉം, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് 9 ജില്ലകളിലാണ് റെഡ് അലേർട്ട് എന്നുള്ളതാണ്. അതുകൂടാതെ അടുത്തൊരു 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ജില്ലയിലും ഭയങ്കര മഴ വരും എന്നും പറയുന്നുണ്ട്. അതെ, ആ റെഡ് അലേർട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 24 മണിക്കൂറിനുള്ളിൽ 20 സെന്റിമീറ്റർ അതിൽ കൂടുതൽ മഴ പെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം. ഓ, 20 സെന്റിമീറ്റർ. അതെ, അതായത് അതിതീവ്ര മഴ. അപ്പോ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിലൊക്കെ വരാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലയിടത്തും ഈ റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ ഒരുമിച്ചു വരുന്നത്. ഇത് എന്താ പറയാ, ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശരിയാണ്. അതോടൊപ്പം തന്നെ യാത്രകളൊക്കെ ഒഴിവാക്കാൻ പറയുന്നതും അതുകൊണ്ട് തന്നെ ആവുമല്ലേ? തീർച്ചയായും അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഈ സമയത്ത്. പിന്നെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വരുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. ഇന്ന് മാത്രം 7 പേരാണ് മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓ, അപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം ആകെ 27 പേരുടെ ജീവൻ പോയി. അതോടൊപ്പം KSEBക്ക് മാത്രം പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ 121 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. 121 കോടി. അത് വലിയൊരു തുകയാണ്. KSEBക്ക് മാത്രം ഇത്രയും നഷ്ടമെന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ. എത്ര പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ടാവാം, ലൈനുകൾ പൊട്ടിയിട്ടുണ്ടാവാം, ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടാവാം. ശരിയാണ്. ഇത് ശരിയാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. പണച്ചെലവും വലുതാണ്. വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ മരണസംഖ്യയും ഈ നഷ്ടക്കണക്കും ഒരുമിച്ച് കാണുമ്പോൾ മഴയുടെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും. ഈ വലിയ കണക്കുകൾക്കിടയിലും ഓരോ സ്ഥലത്തും നടക്കുന്ന സംഭവമാണ് നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ താവക്കരയിൽ ഏകദേശം ഒരു 30ഓളം വീടുകളിൽ വെള്ളം കയറിയെന്ന് പറയുന്നു. ആ പിന്നെ അച്ചൻകോവിലാറ്റിൽ വെള്ളം പൊങ്ങിയപ്പോൾ ചെങ്ങന്നൂർ വെൺമണിയിലെ ഒരു അമ്പലവും പരിസരവുമൊക്കെ വെള്ളത്തിലായി. ശരിയാണ്, അത്തരം വാർത്തകൾ വന്നിരുന്നു. അതുപോലെ കാനായി മുക്കൂടില് ഒരു കാർ ഒഴുക്കിൽപ്പെട്ടു. ഭാഗ്യത്തിന് അതിലുണ്ടായിരുന്ന 3 പേരെ രക്ഷിക്കാൻ പറ്റി. ഓക്കെ, ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിലെ സംഭവങ്ങളായിട്ട് തോന്നാമെങ്കിലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ശരിക്കും കേരളത്തിന്റെ പല ഭാഗത്തും സാധാരണ ജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടിലായി എന്ന് മനസ്സിലാവുന്നത്. അതെ അതെ. വീടുകളിൽ വെള്ളം കയറുന്നു, അമ്പലം മുങ്ങുന്നു, യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നു.